ഹലോ സ്റ്റുഡൻസ്, S4 മെക്കാനിക്കൽ KTU സിലബസ് അനുസരിച്ച് മാനുഫാക്ചറിങ് ടെക്നോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് മോഡ്യൂളിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് മോഡ്യൂള് നമുക്ക് കാസ്റ്റിങ്ങിനെ കുറിച്ചാണ് പ്രധാനമായും പറയുന്നത്. മാനുഫാക്ചറിങ് ടെക്നോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. തീർച്ചയായിട്ടും ഭൂരിഭാഗവും ഇതിനകത്ത് തിയറി പാർട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സെമസ്റ്ററിൽ ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് തന്നെയാണ് മാനുഫാക്ചറിങ് ടെക്നോളജി എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരുപാട് ടേംസ് കടന്നു വരുന്നുണ്ട്. ആ ടേംസ് എല്ലാം കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഫിഗറും കാര്യങ്ങളുമൊക്കെ കൃത്യമായിട്ട് വരച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് ഈ ഒരു സബ്ജക്റ്റിന് സ്കോർ ചെയ്യാൻ നമുക്ക് പറ്റും. ബാക്കിയുള്ള സബ്ജക്റ്റുകളെ വെച്ച് നോക്കുമ്പോൾ മാനുഫാക്ചറിങ് ടെക്നോളജിയാണ് S4 മെക്കാനിക്കലിനകത്ത് ഏറ്റവും സിമ്പിളായിട്ടുള്ള സബ്ജക്റ്റ്. ഫസ്റ്റ് മോഡ്യൂള് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിലബസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മോഡ്യൂൾ 1 എന്ന് പറഞ്ഞാൽ ഈ 5 മോഡ്യൂളിനകത്ത് 5 മോഡ്യൂളിനകത്ത് ഏറ്റവും ചെറിയ മോഡ്യൂളാണ്. കാസ്റ്റിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ് കാസ്റ്റിങ്, പലതരത്തിലുള്ള കാസ്റ്റിങ്, അതിനകത്ത് തന്നെ സാൻഡ് കാസ്റ്റിങ് നമ്മൾ നോക്കുന്നുണ്ട്. സാൻഡ് കാസ്റ്റിങ്ങിൻ്റെ പല ടെർമിനോളജി നോക്കുന്നുണ്ട്. അപ്പോൾ കാസ്റ്റിംഗ് എന്താണെന്ന് നമ്മൾ നോക്കും. പ്രധാനമായും നമ്മൾ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച സമയത്ത് അവിടെ നമ്മൾ കാസ്റ്റിംഗ് എന്താണെന്നും അതുപോലെ തന്നെ മാനുഫാക്ചറിങ്ങിന് ഉപയോഗിക്കുന്ന പല മെത്തേഡ്സ് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ആ പഠിച്ചതിൻ്റെ ഒരു വാസ്റ്റായിട്ടുള്ളൊരു സബ്ജക്റ്റായിട്ട് തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് മാനുഫാക്ചറിങ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത് വരുന്ന സാൻഡിൻ്റെ സവിശേഷത, ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ പാറ്റേൺ എന്താണ്, അതിൻ്റെ പലതരത്തിലുള്ള പാറ്റേൺസ്, അതിൻ്റെ പ്രത്യേകത, കോറ്, ഈ പാറ്റേൺ, കോറ്, ചാപ്ലെറ്റ് എന്നൊക്കെ പറയുന്നത് സാൻഡ് കാസ്റ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്ന അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചെറിയ സിമ്പിൾ പ്രോബ്ലംസ് നമ്മൾ നോക്കും. അപ്പോൾ അത് കഴിഞ്ഞ് സോൾഡിഫിക്കേഷൻ ഓഫ് മെറ്റൽസിനെ കുറിച്ച് നമ്മൾ നോക്കും. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട റൂള് പഠിക്കുന്നുണ്ട്, ആ റൂള് നമ്മൾ നോക്കും. പിന്നെ എലമെൻറ്റ്സ് ഓഫ് ഗേറ്റിംഗ് സിസ്റ്റം, റൈസറിങ്, ചിൽസ്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സിമ്പിൾ പ്രോബ്ലംസ് നമ്മൾ നോക്കും. സ്പെഷ്യൽ കാസ്റ്റിംഗ് പ്രോസസ്സ്, അതുപോലെ തന്നെ ഡിഫക്ട്സ് ഇൻ കാസ്റ്റിങ്, സൂപ്പർ അലോയ് പ്രൊഡക്ഷൻ മെത്തേഡ്സ്, ഇത്രയും കാര്യങ്ങൾ അടങ്ങിയതാണ് മോഡ്യൂൾ 1. വളരെ സിമ്പിളായിട്ടുള്ള മോഡ്യൂളാണ്. ഇതിനകത്തുള്ള മിക്കവാറുള്ള എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് ഇയറിൽ നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു പോയിരുന്നെങ്കിൽ ഈ പറഞ്ഞ ടേംസൊക്കെ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുമായിരുന്നു. എങ്കിലും കുഴപ്പമില്ല, നമ്മൾ വളരെ ക്ലിയറായിട്ട് എന്താണ് ഇതിനകത്ത് പരാമർശിക്കുന്ന കാര്യങ്ങളെന്ന് നമ്മൾ നോക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാസ്റ്റിംഗ് എന്താണെന്നും അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് കാസ്റ്റിംഗ് എന്താണെന്നാണ് നോക്കുന്നത്. കാസ്റ്റിംഗ് എന്താണെന്ന് നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് മറ്റൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിലൊക്കെ ഫ്രിഡ്ജിനകത്ത് ഐസ് ഉണ്ടാക്കും. എങ്ങനെയാണ് ഐസിൻ്റെ ഒരു പ്രത്യേക ബൗളുണ്ട്, പല ഡിസൈനുള്ള ബൗൾ അല്ലേ. അപ്പോൾ ഈ ബൗളിനകത്ത് നമ്മൾ വെള്ളം നിറച്ചിട്ട് ഫ്രീസറിൽ കയറ്റി വെക്കും. ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഐസായിട്ട് ഇങ്ങനെ കിട്ടും അല്ലേ. അപ്പോഴത്തേക്കും നമുക്ക് ഈ പറയുന്ന ബൗളിൻ്റെ ആ ഒരു സൈസ് അനുസരിച്ചായിരിക്കും വെള്ളം ഫ്രോസണായിട്ട് ഐസായിട്ട് നമുക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ കാസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പീസ് ഓഫ് ഐസ് എന്ന് പറയുന്നതാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ബൗളെന്ന് പറയുന്നത് മോൾഡാണ്. അപ്പം മെറ്റൽ കാസ്റ്റിങ്ങിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ ബൗള് പോലെ തന്നെ നമുക്ക് മോൾഡ് ആവശ്യമുണ്ട്. അപ്പോൾ പല മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഈ മോൾഡ് ഉണ്ടാക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ ഈ മോൾഡെന്ന് പറയുമ്പോൾ മെറ്റൽ കാസ്റ്റിങ്ങിൻ്റെ സമയത്ത് ഐസ് പോലെ തണുപ്പല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യുന്ന മോൾട്ടൺ മെറ്റലിൻ്റെ ടെമ്പറേച്ചറിനെ വിസ്റ്റാൻഡ് ചെയ്യത്തക്ക നിലവാരത്തിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഈ മോൾഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, മെറ്റീരിയൽ നമ്മൾ മേക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം അതാണ് കാസ്റ്റിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ മനസ്സിലാവുന്ന ഒരു എക്സാമ്പിളായിട്ട് അതാണ് നമുക്ക് പറയാനായിട്ട് കഴിയുന്നത്. ഒരു മോൾഡുണ്ട്, ആ മോൾഡിലേക്ക് നമ്മൾ പർട്ടിക്കുലർ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെയാണ് മോൾഡിനകത്തുള്ളത്. അപ്പോഴത്തേക്കും മോൾട്ടൺ മെറ്റൽ ഉരുക്കി അതിനകത്ത് ഒഴുക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഡിസൈനിലുള്ള നമുക്കൊരു ഡിസൈഡ് ആയിട്ടുള്ളൊരു പാർട്ട് നമുക്ക് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് പ്രധാനമായും കാസ്റ്റിംഗ് എന്ന് പറയുന്ന സംഭവം. നമുക്കറിയാം, എങ്കിലും ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. പ്രധാനമായും പലതരത്തിലുള്ള കാസ്റ്റിംഗ് മെത്തേഡ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ടൊരു കാസ്റ്റിംഗ് മെത്തേഡാണ് സാൻഡ് കാസ്റ്റിംഗ്. നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് ആ സാൻഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ്, സാൻഡ് കാസ്റ്റിംഗ്. അപ്പോൾ ഇവിടെ നമ്മൾ സാൻഡ് ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.
ഇനി നമ്മൾ പലതരത്തിലുള്ള കാസ്റ്റിംഗ് മെത്തേഡാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത് പെർമനൻറ്റ് മോൾഡ് കാസ്റ്റിംഗ്. In sand casting, the molds are destroyed after solidification. The molds are reused repeatedly in permanent mold casting. അതായത് സാൻഡ് കാസ്റ്റിങ്ങിൻ്റെ കേസിൽ നമ്മൾ ഉണ്ടാക്കിയ മോൾഡ് ഡിസ്ട്രോയ് ആക്കി കളയും, സോളിഡിഫൈ ചെയ്ത് കഴിയുമ്പോൾ, നമുക്ക് അത്യാവശ്യപ്പെട്ട മെറ്റീരിയൽ കിട്ടിക്കഴിയുമ്പോൾ. എന്നാൽ പെർമനൻറ്റ് മോൾഡിൻ്റെ കേസിൽ മോൾഡ് പിന്നെയും പിന്നെ ഉപയോഗിക്കത്തക്ക രീതിയിൽ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു മോൾഡായിരിക്കും നമ്മൾ പെർമനൻറ്റ് മോൾഡ് കാസ്റ്റിങ്ങിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മോൾഡ് എന്ന് പറയുന്നത് കാസ്റ്റ് അയൺ കൊണ്ടോ അലോയ് സ്റ്റീൽ കൊണ്ടോ ഉണ്ടാക്കുന്നതായിരിക്കും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ക്ലോസർ ഡയമെൻഷണൽ ടോളറൻസ്, ബെറ്റർ സർഫസ് ഫിനിഷ്, മോർ മെക്കാനിക്കൽ സ്ട്രെങ്ത്, അതുപോലെ തന്നെ ലോവർ റേറ്റ് ഓഫ് റിജക്ഷൻ. രണ്ടാമത്തതാണ് സ്ലഷ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ കുറേ കാസ്റ്റിംഗ് മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലുള്ള നോട്ട്സാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പോറിങ് ദ മോട്ടർ മെറ്റൽ ഇൻറ്റു എ പെർമനൻറ്റ് മോൾഡ് ആഫ്റ്റർ ദ സ്കിൻ ഹാസ് ഫ്രോസൺ ദ മോൾഡ് ഈസ് ടേൺ അപ്സൈഡ് ഡൗൺ ടു റിമൂവ് ദ മെറ്റൽ സ്റ്റിൽ ലിക്വിഡ്. പ്രൊഡക്ഷൻ ഓഫ് ടോയ്സിന് അതുപോലെ ഓർണമെൻറ്റ് സ്ട്രെങ്ത് ഈസ് നോട്ട് പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത, അതായത് സ്ട്രെങ്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത കേസിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ്, കാസ്റ്റിംഗ് മെത്തേഡാണ് സ്ലഷ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഗുഡ് അപ്പിയറൻസ് മാത്രം മതി നമുക്ക് ഇതിന് ഇത് ഗുഡ് അപ്പിയറൻസ് ആണ് പ്രധാനമായി ഈ കാസ്റ്റിംഗ് മെത്തേഡ്സ് വഴി ഉണ്ടാക്കുന്ന പ്രോഡക്ട്സിന് കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതുപോലുള്ള ഒരു കാസ്റ്റിംഗ് മെത്തേഡാണ് സ്ലഷ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. അതായത് പെർമനൻറ്റ് മോൾഡിലോട്ട് ഇത് ഒഴിച്ചിട്ട് ഇത് മോൾഡ് അപ്സൈഡ് ഡൗൺ വെച്ച് നമുക്ക് അത്യാവശ്യപ്പെട്ട പീസിനെ എടുക്കുന്ന ഒരു മെത്തേഡാണ് സ്ലഷ് കാസ്റ്റിംഗ്. അടുത്ത ടൈപ്പ് കാസ്റ്റിംഗ് ഡൈ കാസ്റ്റിംഗ് ഓർ പ്രഷർ ഡൈ കാസ്റ്റിംഗ്. അതിന് തന്നെ ഒരു ടൈപ്പാണ് ഹോട്ട് ചേംബർ ഡൈ കാസ്റ്റിംഗ്, മറ്റൊന്നാണ് കോൾഡ് ചേംബർ ഡൈ കാസ്റ്റിംഗ്. ഇത് രണ്ടിന് ഫിഗറുണ്ട്. നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് കാസ്റ്റിംഗ് മെത്തേഡ് ഇവിടെ പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കുക. നമ്മൾ സിലബസിനകത്ത് കാസ്റ്റിംഗ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം ഇത് തരാനായിട്ടുള്ള കാര്യം നമ്മുടെ ഒരു നോളജ് വർദ്ധിക്കാൻ വേണ്ടി മാത്രമാണ് ഇതുപോലുള്ള മെത്തേഡ്സ് പലതും പറയുന്നത്. പക്ഷേ നിങ്ങൾ പ്രധാനമായും പഠിക്കേണ്ടത് സാൻഡ് കാസ്റ്റിംഗ് മെത്തേഡാണ്. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ അഥവാ ചിലപ്പോൾ ചോദിച്ചേക്കാം. പല ടൈപ്പ് കാസ്റ്റിംഗ് മെത്തേഡ്സിൻ്റെ പേര് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം. അപ്പോൾ അതിലൊരു ടൈപ്പാണ്. മറ്റൊരു ടൈപ്പാണ് സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്. അത് തന്നെ പലതരത്തിലുണ്ട്. ട്രൂ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്, സെമി സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്, സെൻട്രിഫ്യൂഗൽ പ്രഷർ കാസ്റ്റിംഗ്. മറ്റൊന്നാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിംഗ്. അതിന് പറയുന്ന പേരാണ് ലോസ് വാക്സ് പ്രോസസ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് പലതരത്തിലുള്ള സ്റ്റെപ്സ് ഉണ്ട്, നമ്മളത് നോക്കുക. ഷെൽ മോൾഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ വാക്വം കാസ്റ്റിംഗ് പ്രോസസ്സുണ്ട്, കണ്ടിന്യൂസ് കാസ്റ്റിംഗ് ഉണ്ട്. അപ്പം ഇത്രയും കാസ്റ്റിംഗ് മെത്തേഡ്സിൻ്റെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് കാസ്റ്റിങ്ങിൻ്റെ ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് മെത്തേഡ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ കാസ്റ്റിംഗ് എന്താണെന്ന് പറഞ്ഞു, പലതരത്തിലുള്ള കാസ്റ്റിംഗ് മെത്തേഡ്സ് പറഞ്ഞു. അപ്പം കാസ്റ്റിംഗ് മെത്തേഡ്സിൻ്റെ പേരുകൾ പഠിച്ചിരിക്കുക. ഇതിനകത്ത് പറയുന്ന പോലെയുള്ള സിമ്പിൾ പോയിൻറ്റ്സ് മാത്രം മനസ്സിൽ ഒന്ന് കൊണ്ടുവരിക. കാരണം എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് സാൻഡ് കാസ്റ്റിംഗ് ആണ് പ്രധാനമായിട്ടും പറയുന്നത്. പക്ഷേ കാസ്റ്റിംഗ് എന്താണെന്നുള്ളൊരു കൃത്യമായൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടണം. അതിൻ്റെ ടൈപ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് അഥവാ ചോദിച്ചാൽ എഴുതാത്തക്ക രീതിയിൽ നിങ്ങളത് ഓർത്തെടുക്കുക.